Hello, I am Dr. Mini PG, Specialist Gynecologist, Al Rukan Medical Center, Ajman. പ്രഗ്നൻസിയിലെ ട്രാവലിനെ പറ്റി മിക്ക ഗർഭിണികൾക്കും വളരെ സംശയങ്ങളുണ്ട്. പ്രഗ്നൻസിയിലെ ട്രാവൽ നോക്കുമ്പോൾ എന്തെങ്കിലും റിസ്കുകളുള്ള പ്രഗ്നൻസി ആണോ എന്ന് ആദ്യം ചിന്തിക്കണം. ട്വിൻ പ്രഗ്നൻസി, പ്ലാസെൻറ്റ പ്രീവിയ, പ്രീ ടൈം ലേബർ വന്നവർ, സർവൈക്കൽ എൻസർക്ലാജ് ഇട്ടവർ, പല പ്രാവശ്യം അബോർഷനായിട്ടുള്ളവരൊക്കെ അനാവശ്യമായിട്ടുള്ള ട്രാവല് ഒഴിവാക്കുകയാണ് നല്ലത്. അറ്റ് എ സ്ട്രെച്ചിൽ 4 മണിക്കൂറിൽ കൂടുതൽ ഇരുന്നിട്ടുള്ള ട്രാവല് ഉണ്ടെങ്കിൽ അതും ബെറ്റർ അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. പക്ഷെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റ് ട്രാവലിനെ കുറിച്ച് ആദ്യം പറയാം. അപ്പോൾ 4 മണിക്കൂറിൽ കൂടുതലുള്ള ഫ്ലൈറ്റ് ട്രാവൽ ആണെങ്കിൽ അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടിയേ എയർ ട്രാവൽ നടത്താൻ പറ്റുള്ളൂ. ട്രാവൽ ചെയ്യുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, നമ്മുടെ ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ടേക്ക് ഓഫ് കഴിഞ്ഞാൽ ഒന്ന് മൂവ് ചെയ്യണം. പിന്നെ ഇരുന്നിട്ട് തന്നെ കാലും കൈയും ഒക്കെ അനക്കണം. ഒരേ സ്ട്രെച്ചിൽ തുടർച്ചയായിട്ട് ഇരിക്കുന്നത് നല്ലതല്ല. പിന്നെ ചില ആൾക്കാർക്ക് ഈ DVT എന്നുള്ള ഒരു അസുഖമുണ്ട്. ഈ രക്തക്കുഴലിൽ ബ്ലഡ് ക്ലോട്ടിങ് വരുന്ന ഒരവസ്ഥയുണ്ട്. അത് ഇൻക്രീസ് ആവാനുള്ള സാധ്യതയാണ് പ്രഗ്നൻസിയിലുള്ളത്. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ TED സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞിട്ട് കാലിലിടാനുള്ള സ്റ്റോക്കിങ്സ് കിട്ടും. അപ്പോൾ അത് ഇട്ടുകൊണ്ട് യാത്ര ചെയ്യുക. പിന്നെ ടേക്ക് ഓഫ് കഴിഞ്ഞാൽ ഉടനെ കുറച്ച് മൂവ് ചെയ്യുക. കൈയും കാലും എപ്പോഴും അനക്കിയും കൊണ്ട് ഇരിക്കണ സമയത്തും. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ അത് വയറേ കൂടെ ക്രോസ് ആയിട്ട് വരാതെ കുറച്ച് താഴ്ഭാഗത്തേക്കായിട്ട് ഇട്ടിട്ട് യാത്ര ചെയ്യുക. പിന്നെ ഈ ആൽക്കഹോൾ പോലത്തെ ഡ്രിങ്ക്സ് ഒന്നും ഫ്ലൈറ്റിൽ ഉപയോഗിക്കാതെ ഇരിക്കുകയാണ് നല്ലത്. പിന്നെ ബസ്, കാർ എന്നുള്ളതിൽ യാത്ര ചെയ്യുമ്പോൾ അറ്റ സ്ട്രെച്ചിൽ ഒരേ ഇരിപ്പിരുന്ന് 4 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യരുത്. ഇടയ്ക്ക് നിർത്തിയിട്ട് ഇറങ്ങി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് പിന്നെ യാത്ര തുടരുന്നതാണ് നല്ലത്. കാർ ട്രാവലും അതേപോലെ തന്നെ 4 മണിക്കൂറിൽ കൂടുതൽ അറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്യരുത്. ഇടയിൽ ഇറങ്ങിയിട്ട് റിഫ്രഷ് ചെയ്തിട്ട് പോവുകയാണ് നല്ലത്. ട്രെയിൻ ട്രാവൽ സേഫാണ്. പിന്നെ ഈ അൺനെസസറി ആയിട്ടുള്ള ട്രാവല് എല്ലാം ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. പിന്നെ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ഇട്ടിരിക്കണം. അത് ബമ്പിൻ്റെ താഴെ, വയറിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ആണ് അത് ബെൽറ്റ് ധരിക്കേണ്ടത്. പിന്നെ സ്റ്റിയറിങ്ങും ഇരിക്കുന്ന സീറ്റും തമ്മിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇരിക്കുകയാണ് നല്ലത്. കുറേ അടുപ്പിച്ച് സ്റ്റിയറിങ്ങിനോട് അടുപ്പിച്ചിട്ട് സീറ്റ് വലിച്ചിട്ട് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, വല്ല സഡൻ ബ്രേക്കോ എന്തെങ്കിലും വന്നാൽ വയറെല്ലാം പോയി ഇടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം